അതെ, നമ്മുടെ വീട്ടിൽ ബീഫ് കറിയൊക്കെ ഉള്ളപ്പം ചില സമയത്ത് നമുക്കിങ്ങനെ ചില കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ വരാറില്ലേ? ഒരു പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ ബീഫ് കറിയുടെ കൂടെ കഴിക്കായിരുന്നു എന്ന്. അപ്പം നമുക്കത് കുഴച്ചൊന്നും വെക്കാൻ സമയവും ഇല്ല. അപ്പം എന്താ ചെയ്യുക? അപ്പം ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിന് കുഴച്ച് വെക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് സ്വല്പം ഉപ്പ്, അതുപോലെ തന്നെ 1 മുട്ട അതും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ മാവിനെക്കാട്ടും സ്വല്പം കൂടെ നീണ്ടിരിക്കണം. ആ മാവിലോട്ട് സ്വല്പം പഞ്ചസാരയും അതുപോലെ തന്നെ ഇനോയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനോ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇനോയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇതിലേക്ക് ഇതുപോലൊരു കുപ്പിയിലോട്ട് നമ്മൾ ആ മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടേതായ കലാവിരുതുകൾ അവിടെ പ്രകടമാക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിങ്ങനെ ചുറ്റിച്ചെടുത്തതാണ്. നിങ്ങൾക്കും ചുറ്റിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചുറ്റിക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും 2 പുറവും ഒന്ന് മൊരിയിപ്പിക്കുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ സെയിം ആ രീതിയിൽ തന്നെ ചുട്ടെടുക്കുക. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ മാവ് കൊണ്ട് ഞാൻ കുറേ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാം ഈ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തത് കേട്ടോ. അതിനുശേഷം ബീഫ് കറിയുടെ കൂടെ കഴിച്ചു. ആഹാ, എന്താ സ്വാദെന്നറിയോ? അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുഴച്ചൊന്നും വെക്കണ്ടല്ലോ, അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഈ രീതിയിലൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പോൾ ബീഫ് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുട്ടക്കറിയോ സാമ്പാറോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ ബീഫ് കറി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നാളെ ഇതിൻ്റെ പൊങ്കാലയായിട്ട് വരണ്ട, ഞങ്ങളുടെ വീട്ടിൽ ബീഫില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് വരണ്ട. ബാച്ചിലേഴ്സ് നോട്ട് ദ പോയിന്റ്. ഓക്കെ, എളുപ്പത്തിൽ നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കുകയും കൊണ്ടുപോകും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 പേരവിടെ വെള്ളം വിഴുങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ കഴിച്ചിട്ട് വേണം അവർക്ക് കഴിക്കാൻ വേണ്ടി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.